ഈ ഹാരിസ് ഡോക്ടർ അന്ന് ഈ സർക്കാർ സംവിധാനത്തിലെ അപര്യാപ്തതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞ ഹാരിസ് ഡോക്ടർ, അദ്ദേഹം ഇപ്പം CPMൻ്റെ കണ്ണിലെ കരടായിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഒരു സിസ്റ്റത്തിനെതിരെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെതിരെയാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു CPM അനുഭാവി കൂടിയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുക എന്നുള്ളൊരു ഫാസിസം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കാണാം അതിനെ? അല്ല, ഇതൊരു സർക്കാർ ഫാസിസം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം സർക്കാർ സംവിധാനങ്ങളിലെ തകരാറുകളെക്കുറിച്ച് ആരും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചട്ടവിരുദ്ധമായിട്ട് കണക്കാക്കപ്പെടുകയും സർവീസ് റൂളിന് വിരുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് വിലയിരുത്തി അയാളെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കും. അത് സർക്കാർ ഫാസിസം അല്ലാതെ പിന്നെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സർക്കാരിനെതിരെ സംസാരിക്കാൻ പാടില്ല. സർക്കാർ എതിരായിട്ട് സംസാരിക്കാനായിട്ടുള്ള വിഷയമുണ്ടാക്കാതിരുന്നാൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്താ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം ജീവിതം മുഴുവനും രോഗികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച, നമ്മളുടെ പഴയ കാലത്തെ നഗ്നപാതനായി സഞ്ചരിച്ചിരുന്നായിട്ടുള്ള ഡോക്ടറുടെ പോലെ ഒരു അംബാസഡറായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ശേഷിയുള്ള വ്യക്തിയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തൻ്റെ ജീവിതം എന്ന് പറയുന്നത്, തൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് രോഗികൾക്കുള്ള സേവനത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി അദ്ദേഹം രാപകല്ലാതെ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പണിയെടുക്കുന്ന ആളുകൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ ആശുപത്രിയാണ് സർക്കാർ ആശുപത്രി എന്നുള്ള നിലപാടാണ്. തീർച്ചയായിട്ടും അവിടെ പാവപ്പെട്ടവൻ ചെന്നാൽ അവന് ചികിത്സ കിട്ടണം, അവന് മരുന്നുകൾ കിട്ടണം, ശസ്ത്രക്രിയാ സൗകര്യം കിട്ടണം. ഇതൊക്കെ കിട്ടിയാൽ മാത്രമാണ് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് കരുതലോടുകൂടി ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, എൻ്റെ സർക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ, പാലിക്കുന്നുള്ളൂ എന്നും മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം അതിനെതിരെ പോസ്റ്റ് ഇടാൻ തീരുമാനിക്കുന്നത്. ഇത് വെറുതെ കയറി പോസ്റ്റ് ഇടുകയല്ല ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയ നടത്തുന്നതിന് സൗകര്യമില്ല. എന്താണ് സൗകര്യക്കേടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഉണ്ടാവില്ല. ഉപകരണത്തിൻ്റെ ചില പാർട്ട് കേടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ടുള്ള സംവിധാനമില്ല. എല്ലാം ബ്യൂറോക്രസിയുടെ നീരാളിപ്പിടുത്തത്തിൽ. അദ്ദേഹം ആദ്യം ഒരുപാട് നിയമപരമായൊക്കെ അത് വേണ്ടിടത്തൊക്കെ അപേക്ഷകൾ കൊടുത്തു. ആ രീതിയിലൊക്കെ അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തി. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മുടങ്ങി. അപ്പോൾ അവർ വിഷമത്തോടെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ സ്വന്തം മകനായി അദ്ദേഹത്തിന് അത് ഓർമ്മ വരികയും ആ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം അവസാനം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ശരിയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നോക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് നല്ല രീതിയിൽ ചികിത്സിക്കണം എന്ന് തോന്നിയ ഈ രോഗികൾക്ക് ആ ചികിത്സ കിട്ടുന്നില്ലെന്ന് വരുമ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ വളരെ അസ്വസ്ഥനായിരിക്കും. ആ അസ്വസ്ഥത വരുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോയി ഇവരുടെ എല്ലാവരും അദ്ദേഹം പറയുമായിരുന്നു. ഇൻറ്റേർണലായിട്ട് അറിയിക്കേണ്ട എല്ലാ കാര്യങ്ങളും അറിയിക്കും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ തുടർന്നു. പക്ഷേ അയാൾക്കൊരു പട്ടിയുടെ വില പോലും ഈ ബ്യൂറോക്രസി നൽകിയില്ല എന്നുള്ളതാണ്. നിന്നെപ്പോലുള്ള ആളുകൾ ഈ സിസ്റ്റത്തിന് വേണ്ട എന്നുള്ള നിലപാടാണ് അവരെടുത്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം മടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്, എങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കളയാം എന്ന് കരുതി സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അത് ശരിയായിരിക്കാം, സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിനെതിരായിട്ട് അങ്ങനെ പോസ്റ്റ് ഇടാൻ പാടില്ലായിരിക്കും. അത് ചട്ടമാണ്. ഇവിടെ പ്രശ്നം ജീവിതമാണ്. ജീവിതവും ചട്ടവും രണ്ടാണ്. ഇയാൾ ജീവിതത്തെ തിരഞ്ഞെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പാതയാണ് അദ്ദേഹം അനുവർത്തിച്ചത്. അതിന് ഫലമുണ്ടായി. അദ്ദേഹത്തിന് പോസ്റ്റ് വന്ന് വിവാദം ഉണ്ടായി. തൊട്ടടുത്ത ദിവസമല്ലേ ഹൈദരാബാദിൽ നിന്ന് ഉപകരണങ്ങളെത്തി ശസ്ത്രക്രിയ പൂർത്തീകരിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശരിയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അകത്ത് പറഞ്ഞിട്ട് പരിഹാരമില്ലാതായാൽ എന്ത് ചെയ്യണം? പുറത്ത് പറയണം. ആ പോരാട്ടമാണ് സാമൂഹ്യമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശക്തിയുള്ളത്. അല്ലാതെ എല്ലാം പറയുന്നത് കേട്ട് തലയാട്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ഒരു വാലാട്ടി സമൂഹത്തെ മാത്രം സൃഷ്ടിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഡോക്ടറെ പ്രത്യേകം പറയുകയുണ്ടായി, എനിക്കെതിരെ ഇനി നടപടി വരും, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ എനിക്കിനി ജീവിക്കാനുള്ളത് അത്യാവശ്യം പെൻഷനും മറ്റുമൊക്കെ ആയിട്ട് കിട്ടിക്കോളും. പക്ഷേ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സാധാരണക്കാരായ പേഷ്യൻസിന് വേണ്ടിയാണ്. ആരോഗ്യം രംഗത്ത് കേരളം 1-ാം സ്ഥാനത്തെന്ന് പറയുന്നു. സർക്കാർ ആശുപത്രികളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് വേണ്ടിയല്ല, എന്നെ ഇനി ദ്രോഹിച്ചാലും ഞാനതൊക്കെ സഹിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ വളരെ ആർജവത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത്. ശരിയാണ്, അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ
അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സിസ്റ്റത്തിനകത്ത് ഒരു നിലനിൽപ്പുമില്ല എന്ന് സർക്കാർ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടികൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ നടപടി വളരെ രസകരമായിട്ടുള്ള ടേണാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ വകുപ്പ് തല അന്വേഷണമൊക്കെ ആയിട്ട് നടത്തി ഒരു ധാരണയിൽ അവരെത്തിയിരിക്കും. ഇങ്ങനെയാണ്, ഈ ഡോക്ടർ ഹാരിസ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ്, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഉണ്ടായിട്ട് പോലും അത് മറച്ചു വെച്ചിട്ട് ഇയാൾ മനഃപൂർവ്വം ഓപ്പറേഷൻ നടത്തിയില്ല എന്ന് പറയുന്ന ഒരു കുറ്റം അദ്ദേഹത്തിനെതിരായിട്ട് ആരോപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. എന്നുവെച്ചാൽ വാദി പ്രതിയാവുക മാത്രമല്ല, ആ പ്രതിയെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊരു അറപ്പുളാകുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ എന്ത് വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയാണത്. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ പ്രവൃത്തിയാണ് ഇങ്ങനെ വരുന്നത്. അത് മാത്രമല്ല, അതിനെ സമ്പൂർണ്ണമായിട്ട് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ന്യായീകരണം തൊഴിലാളിയായിട്ട് വരുന്ന ആരോഗ്യമന്ത്രി ആദ്യം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് പ്രഖ്യാപിച്ചത്? ആരോഗ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർ ഹാരിസ് വളരെ നല്ല ഡോക്ടറാണ്, രോഗികൾക്കൊപ്പം നിൽക്കുകയും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടതാണെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ മുരണ്ടു. അതോടുകൂടി ഈ ആരോഗ്യമന്ത്രിയുടെ അഭിപ്രായങ്ങൾ ഉരുണ്ടു വീണു. ഒരു മുരൾച്ചയിൽ ഉരുണ്ടു വീഴുന്ന അഭിപ്രായങ്ങളാണ്. എന്നിട്ട് ഇവർ പുതിയ തരത്തിൽ പലതൊക്കെ പറയാനായിട്ട് തുടങ്ങും. നമുക്ക് ഇവരെക്കുറിച്ചൊക്കെ തോന്നുന്ന അഭിപ്രായം എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ മന്ത്രിയായിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി ഇരുന്ന് ഒന്ന് മുരണ്ടാൽ അവരെ വാലി ചുരുട്ടുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളെങ്കിൽ അത് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ്. എന്നിട്ടിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കരുതുന്നത് എന്താണ്, ഇത് അവസാനിച്ചു എന്നല്ലേ കരുതുന്നത്. അപ്പോഴാണ് ഡോക്ടർ ഹാരിസിനെതിരെ നടപടികൾ വരുന്നു എന്ന് പറയുന്ന വാർത്ത വരുന്നത്. അപ്പോൾ ഡോക്ടർ ഹാരിസിനോട് ചോദിച്ചു, പത്രപ്രവർത്തകരൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എത്തിക്കാത്തവർക്ക് എതിരെയല്ലേ കേസെടുക്കേണ്ടത്? അതല്ലാതെ അവരത് എത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കെതിരെയാണോ കേസെടുക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഈ പണ്ട് സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോക്രട്ടീസ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതേപോലെ തന്നെ ഭൂമിയിലുള്ള ദൈവങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാരണത്തിൻ്റെ പേരിൽ അയാൾ എന്ത് ചെയ്യുന്നു, വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയും ഡോക്ടർ ഹാരിസ് ഒരു സത്യം പറഞ്ഞു. ആ സത്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ വേണ്ടത്ര ഇല്ലാത്തതിൻ്റെ ഫലമായി ശസ്ത്രക്രിയകൾ നിരന്തരം മുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതൊരു സത്യമായിരുന്നു. ആ സത്യം പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിക്കാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. മുൻപന്തിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിൽക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.